ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോബ്ലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കോട്ടയം ടൗണിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. കോട്ടയം ടൗണിലെ ഞായറാഴ്ചത്തെ തിരക്ക്, അതായത് കോട്ടയത്തെ സൺഡേ മാർക്കറ്റ്, അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കോട്ടയം ടൗണിലെ ഞായറാഴ്ചത്തെ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. രാവിലെ 9 മണി മുതൽ രാത്രി വരെ ഇവിടെ വളരെയധികം തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവിധ തരത്തിലുള്ള കച്ചവടക്കാരെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉന്നം വെച്ചാണ് ഇവിടെ ഈ കച്ചവടം നടക്കുന്നതെങ്കിലും നമ്മുടെ നാട്ടുകാരും ധാരാളം സാധനങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ബാഗുകളെ, ചെരുപ്പുകളെ, വസ്ത്രങ്ങളെ എന്നുള്ള വിവിധ തരത്തിലുള്ള സാധനങ്ങളാണ് ഇവിടെ വിൽക്കുവാനായിട്ടുള്ളത്. നമുക്ക് ഈ ഭാഗം ഒന്ന് കണ്ടുമടങ്ങാം. ഇതാണ് ഇവിടെ വാൽക്കണ്ണാടിയാണ്. ഇതാണ് ഇല്ല, ഇത് ലെൻസ്. ഇത് 100 വർഷം കലണ്ടറുള്ള കോമ്പസ്. അതിനകത്ത് കോമ്പസാണ്. ഇപ്പം മുകളിൽ കലണ്ടർ 100 വർഷത്തെ 2056 വരെയുണ്ട്. മറ്റേത് ബൈനോക്കുലറാണ്. ഏതാണ്? ഇത് ബൈനോക്കുലർ. ഇത് ബൈനോക്കുലർ. പഴയ ബൈനോക്കുലർ. ഇത് ടെലസ്കോപ്പ്, ഈസ്റ്റ് ഇന്ത്യയുടെ ടെലസ്കോപ്പ് അല്ലേ? ഇതാണ് ബൈനോക്കുലർ. ഇത് ടെലസ്കോപ്പ്. ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയാണ്. ഇത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഗ്രാമഫോൺ അല്ലേ ഇത്? അതെ അതെ. ചേട്ടൻ്റെ പേരെന്നായിരുന്നു? ഹബീബ്. തിരുവഞ്ചൂർ അല്ലേ? സംക്രാന്തി. ഇത് ജീൻസ് മാത്രം വിൽക്കുന്ന ഒരു കടയാണ്. അതുകൂടാതെ ഇലക്ട്രോണിക്സിൻ്റെ വിവിധ സാധനങ്ങൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ധാരാളം ആളുകൾ ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. എന്നാൽ നല്ല സാധനമായിരിക്കും, കാരണം അടുത്ത ആഴ്ചയും ഇവരുടെ ഷോപ്പുണ്ടല്ലോ. അപ്പം തിരികെ വരുമ്പോൾ എന്തെങ്കിലും കേടുപാടുകളുടെ മാറിയും കൊടുക്കുമായിരിക്കാം. ഇതുണ്ടോ, ഈ ഭാഗത്തെല്ലാം ഞായറാഴ്ച രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിപുലമായ ഒരു കച്ചവട സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ചെരുപ്പുകളുണ്ട്, ബാഗുണ്ട്, കുടകളുണ്ട്, കുഞ്ഞു കുട്ടികൾക്കുള്ള കോട്ടുകൾ വരെ ഇവിടെ നിന്ന് കാണുവാനായിട്ട് ഏതും കൗതുകരമായ ഒരു കാഴ്ചയായിരുന്നു. അതുകൊണ്ടാണ് ഇത് ക്യാമറയിൽ പകർത്തുവാനായിട്ട് ശ്രമിച്ചത്. കണ്ടില്ലേ, ഇത് വാരിയിട്ടിങ്ങനെ വിൽക്കുകയാണ്. വളരെ എനിക്ക് തോന്നുന്നു വിലക്കുറവുണ്ട്, കാരണം അതുകൊണ്ടായിരിക്കും നമ്മുടെ ആൾക്കാരാണ് കൂടുതലായിട്ടും വാങ്ങുന്നത്. ആദ്യം ഇതര സംസ്ഥാന തൊഴിലാളികളെ ആയിരുന്നു കൂടുതലും ഇവിടുന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞായറാഴ്ചകളിൽ നമ്മുടെ ആൾക്കാരുണ്ട്. ഈ ഓവർകോട്ടിൻ്റെ വില അവർ 400 രൂപയാണ് അവർ ചോദിക്കുന്നത്. അതിൻ്റെ പുറകിലും കുറേ കോട്ടുകളൊക്കെ കിടപ്പുണ്ട്. ഇതൊക്കെ ഫസ്റ്റ് ആണോ നമുക്കറിയില്ല, എങ്കിലും നന്നായിട്ട് കുറേ ആൾക്കാർ ഇത് വാങ്ങുന്നുണ്ട്. 400 രൂപയാണ് ആ കിടക്കുന്ന കോട്ടിൻ്റെ വില എന്നവർ പറയുന്നത്. ഇതുണ്ടല്ലേ, ധാരാളം ആൾക്കാർ ഒന്ന് വാങ്ങുന്നുണ്ട്. ഷൂ ഒക്കെ, കുഞ്ഞുങ്ങൾക്കുള്ള ഷൂ ഒക്കെ ഉണ്ട്. ഇത് അവിടുത്തെ ഒരു പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയാണേ. അവിടുന്ന് ഒരു ഇപ്പം ചെന്ന് റേഡിയോ ഒക്കെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ പുതിയ സാധനങ്ങളുണ്ട് ഇവരുടെ കയ്യിൽ. നമ്മുടെ ബാറ്ററി ബൾബുകൾ, പുതിയ സാധനങ്ങളും ഇവിടെ വിൽക്കുന്നുണ്ട്. സബ് വൂഫർ, അതുപോലെ ആംപ്ലിഫയറുകൾ എല്ലാം ഇവിടെയുണ്ട്. പഴയതും പുതിയതുമുണ്ട്. പുതിയ വേണേൽ അവർ പുതിയ തരും. ഏതായാലും നിങ്ങൾ ഈ വീഡിയോ പറ്റി നോക്കുക. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. ഉണ്ടോ?